അതുപോലെ ഭൂവിലെ വാസവും നീങ്ങിപ്പോ നീ അതു ധ്യാനി ശീശങ്കൽ ആശ്രയം പുതുക്കണമേ ക്ഷണത്തെ നീ അതു ധ്യാനി ശീശങ്കൽ ആശ്രയം പുതുക്കണമേ ക്ഷണത്തെ. ഇന്നത്തെ പ്രഭാത വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നൊരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിന് 28-ാം വാക്യം. യേശു തിരിഞ്ഞവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ എന്ന് പറഞ്ഞു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണല്ലോ. നാം യേശു കർത്താവിൻ്റെ കുരിശുമരണത്തെ ധ്യാനിക്കുന്ന ദിവസമാണല്ലോ. സമുദായ സഭകളിൽ പ്രത്യേക മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ലെൻറ്റും നോമ്പുമായിട്ടൊക്കെ ആൾക്കാർ സമയം ചെലവഴിക്കുന്ന ക്രൂശുമരണത്തെ ധ്യാനിക്കുന്ന അനുഭവങ്ങളാണല്ലോ. ആ സമയത്ത് നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വചനം കൂടെ ഒന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവ് ക്രൂശിക്കാനായി ഭാരമേറിയ മരക്കുരിശുമായി വീണു എഴുന്നേറ്റ് താൻ നടന്നു പോകുമ്പോൾ പടയാളികളുടെ അടിയേറ്റ് തൻ്റെ ശരീരം കീറി ചോര രക്തം ധാരധാരയെ ഒഴുകുമ്പോൾ അത് കണ്ട് തൻ്റെ പുറകാലെ വന്ന ജനക്കൂട്ടം അത് കണ്ട് കരയുമ്പോൾ അവരെ നോക്കിയാണ് കർത്താവ് പറയുന്നത്. 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേക സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. അവരെ നോക്കി കർത്താവ് പറയാണ്, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട. കാരണം കർത്താവ് വന്നതിൻ്റെ പർപ്പസ് കർത്താവിനറിയാം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ നോക്കി പറഞ്ഞു. യേശു കർത്താവിനെ പറഞ്ഞു, കാണാതെ പോയ ആടിനെ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10:15 വായിക്കുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അങ്ങനെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ, പാപത്തിൻ്റെ അടിമയായി നാശത്തിന് യോഗ്യരായ മനുഷ്യരെ രക്ഷിപ്പാൻ തൻ്റെ ജീവനെ കൊടുക്കുവാൻ വന്ന കർത്താവ് അത് താൻ സ്വയമേ ഏറ്റെടുത്ത് അംഗീകരിച്ച് ക്രൂശുമരണത്തിന് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സത്യം മനസ്സിലാക്കാതെ കർത്താവിൻ്റെ ശാരീരിക പീഡകളെ മാത്രം മനസ്സിലാക്കിയ സ്ത്രീ സമൂഹം കരഞ്ഞപ്പോൾ അവരോട് പറയുകയാണ്, എന്നെ ചൊല്ലി കരയണ്ട, പകരം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. കാരണം കർത്താവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. ബർവാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക എന്ന് ആർത്തു പറഞ്ഞ ഒരു ജനസമൂഹത്തിൻ്റെ മാതാക്കളും സഹോദരങ്ങളുമാണ് അവിടെ നിൽക്കുന്നത്. അവരോട് പറയാണ്, നിങ്ങളുടെ പാവം നിലനിർത്താതിരിക്കുവാൻ വേണ്ടി, നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ, നിങ്ങളുടെ തലമുറയ്ക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ അവരെ ചൊല്ലിക്കരവീൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ക്രിസ്തുവിൻ്റെ കഷ്ടതകൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ വീണ്ടെടുപ്പുമാണ്. അതിനായിട്ടാണ് ഈ ഈസ്റ്റർ ദിവസത്തെ ഈ ഗുഡ് ഫ്രൈഡേയിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ സമർപ്പിക്കപ്പെടേണ്ടതും നമ്മുടെ ജീവിതമാണ്, നമ്മുടെ തലമുറയാണ്. ഇന്നത്തെ സമൂഹം വല്ലാത്ത അനീതിയിലൂടെ വശത്തിലൂടെ നീങ്ങിപ്പോകുമ്പോൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സ്വന്തമായി ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ, അതിന് മധ്യേ ദൈവത്തെ അറിഞ്ഞ് ആത്മീയരായി നിത്യതയ്ക്കായി ഒരു കൂട്ടം ജനം ഒരുക്കപ്പെടുവാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു കർത്താവ് പറയുന്നു, ഐ ലേ ഡൗൺ മൈ ലൈഫ് ഫോർ മൈ ഷീപ്പ്, എൻ്റെ ജീവനെ ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കുന്നു. നമുക്ക് വേണ്ടി ജീവനം നൽകിയ കർത്താവിനായി ജീവിക്കുവാൻ ഒരു പുതിയ തീരുമാനത്തോടെ ഇന്ന് വാക്കാലത്ത് സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിനായി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്താട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.